Assalamualaikum. Welcome back to Salva's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഒരു ഹെൽത്തിയും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. കൊഴുക്കട്ട എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഞാനിവിടെ കുറഞ്ഞൊരു സ്പൈസി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് കൊഴുക്കട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗള് പ്രഷർ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്തിട്ടുള്ളത്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ, അധികം എരിവില്ലാത്തത് കൊണ്ട് 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലൊട്ടും വെള്ളം ആഡ് ചെയ്യാതെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിച്ചാൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഫില്ലിങ്സിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് 2 മീഡിയം സൈസിൽ സവാള ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി ആയും ചെയ്തു. നമുക്കിതിലേക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇനി ഇത് പെട്ടെന്ന് വഴറ്റി റെഡിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായി വഴറ്റി റെഡിയാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടി പൊടികൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിപ്പോൾ എല്ലാം കൂടെ നന്നായി വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് കൈയോണ്ട് തന്നെ നന്നായിട്ട് പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് വെന്ത ചിക്കൻ ആകുമ്പോൾ കൈകൊണ്ടൊന്ന് പിച്ചി എടുത്താൽ തന്നെ മതി. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില നമുക്ക് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്തത് ഡഫ് തയ്യാറാക്കാൻ വേണ്ടി ഒരു സോസ് പാനിലേക്ക് 1.5 ഗ്ലാസ് സാധാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിനാണ് എല്ലാതും ക്വാണ്ടിറ്റി അളന്നെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടിയിട്ട് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കും പോലെ നന്നായിട്ട് വാട്ടിയിട്ട് എടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് ഇത് സോഫ്റ്റ് ഡഫ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. കംപ്ലീറ്റ് ചൂട് പോയതിന് ശേഷം കുഴച്ചെടുക്കാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോഴിത് ഹാർഡായിട്ട് പോവും. നമ്മൾ സെയിം പത്തിരിക്കൊക്കെ ചെയ്യണ അതേ പ്രൊസീജിയറിൽ തന്നെ കുറഞ്ഞ ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ഡഫായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഞാൻ എന്താ കയ്യിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡഫ് കുഴച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി വലിയൊരു ബോളാക്കിയിട്ട് കയ്യിലെടുക്കുക. കൈൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് കൊഴുക്കട്ടാകുമ്പോൾ അത്യാവശ്യം കുറഞ്ഞൊരു സൈസിലാണ് ഉണ്ടാക്കുക. ഒരുപാട് സൈസല്ല എങ്കിലും ഒരു അത്യാവശ്യം വലിയ സൈസിൽ ഇതുപോലെ കൈക്കൊണ്ടൊന്ന് നന്നാക്കിയതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കുറഞ്ഞൊരു കട്ടിയോട് കൂടി വേണം. ഓവർ തിന്നല്ല, അതുപോലെ ഓവർ കട്ടിയായിട്ടുമല്ല.
ഒരു മീഡിയം സൈസിലാണ് ഇതിൻ്റെ തിക്നെസ്. എന്നിട്ട് ഉൾവശമൊക്കെ അതുപോലെ കൈക്കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ഫില്ലിങ്സ് ആണ് ഇതിൻ്റെ ഉൾവശത്തേക്ക് കൊള്ളുന്നത് അത്രത്തോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡ്സൊക്കെ ഇതുപോലെ എല്ലാ എഡ്ജസും സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് ഉൾവശത്തേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈയിൻ്റെ ഉൾവശത്ത് വെച്ച് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഒരു റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. അതുപോലെ ഇത് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കൊഴുക്കട്ട തയ്യാറാക്കേണ്ടത്. ഇനി ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ സ്റ്റീമർ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ കൊഴുക്കട്ട ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീമർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ട്, എങ്കിലും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോരോ കൊഴുക്കട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ സ്റ്റീമർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഹെൽത്തിയും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊഴുക്കട്ട ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഒട്ടും ഓയിലൊന്നും ഉപയോഗിക്കാത്ത രീതിയിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ സ്പൈസിയൊക്കെ ആകുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ, മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവർക്കും. ഞാൻ ഇനി ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ നോക്കൂ. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ചിക്കൻ കൊഴുക്കട്ട തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തവർ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.